വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തൂണായേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തൂണായേശു കണ്ണുനീരവൻ തുടയ്ക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിത്യത മുതൽ നിത്യത വരെ എന്നുള്ള ബൈബിളിൽ ഏറ്റവും ബൃഹത്തായ വിഷയം പാഠ്യമാക്കുവാൻ, പാഠ്യവിഷയമാകുവാൻ നമുക്ക് ദൈവം ഒരുക്കി തന്ന വലിയ വേദിയാണ് ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയത്. ദൈവം ആ കാര്യത്തിൽ ആ സഭയെ ഉണർത്തി മുമ്പിൽ നിൽക്കുവാൻ പാസ്റ്റർ റെജി തോമസിനെ ദൈവം കൊണ്ടുവന്നു. ശക്തമായി ആ സഭയെ ദൈവം ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുന്ന അതേ രീതിയിൽ യൂട്യൂബിൽ പഠിക്കാൻ, അതുപോലെ സൂമിൽ പഠിക്കാൻ ഒരു അവസരം ദൈവം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ആ ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 28ാമത്തെ പാഠഭാഗത്തേക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നു. ആഴങ്ങൾ കാണുവാൻ നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മതിനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾ രണ്ടുപേരും ഇപ്പോൾ വായിക്കുന്നതാണ്. ഒന്നിച്ച് നമുക്ക് ഈ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. Everlasting to everlasting, the second coming, the gathering of the elect from the four winds and eternity. രണ്ടാം പ്രത്യക്ഷതയും 4 കാറ്റിൽ നിന്ന് വൃതന്മാരെ ശേഖരിക്കുന്നതും നിത്യതയും. ഈ ഒരു ടൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാക്കണം, പൊതുവായി ഈ ടൈറ്റിൽ വന്നിട്ടില്ല. അത് കൃത്യമായി നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒന്ന്, രണ്ടാമത്തെ പ്രത്യക്ഷത. ഒന്നാമത്തെ പ്രത്യക്ഷത ക്രൂശിൽ മാനവജാതിക്ക് വേണ്ടി ജീവൻ നൽകാൻ വന്നതാണ്, മറുവില നൽകാൻ വന്നതാണ്. അത് പാപം ചുമന്നുകൊണ്ട് വന്നു എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 1:29-36 വാക്യങ്ങളിൽ പാപം ചുമന്ന് നീക്കാൻ വന്നു എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രത്യക്ഷത അതല്ല. രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ മറ്റൊരു ഭാഗമാണ് പറയുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുന്നു. രണ്ടാമത്തെ പ്രത്യക്ഷതയെ സംബന്ധിച്ച് യേശുക്രിസ്തു പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ ആദ്യം കടക്കുകയാണ്. അതിൽ നിന്നാണ് ഇന്നത്തെ പാഠഭാഗം. നമുക്കെല്ലാവർക്കും ആ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. വായിക്കാം മക്കളെ. മഹാകാഹളോ 4 കാറ്റും വൃതന്മാരും കൂടിച്ചേരലും. മലയാളം തർജ്ജമയിൽ ഇങ്ങനെ ഒരു കാര്യം കാണുന്നില്ല. മഹാകാഹളം ദൂതന്മാർ ഊതുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് മത്തായി സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇന്ന് തുടരുന്നതാണ്. എല്ലാവർക്കും ആ വാക്യം എടുക്കാം. മത്തായി 24-ന്റെ-31-ാം വാക്യം മലയാളത്തിലും ഇംഗ്ലീഷിലും അത് വായിച്ച് കേൾക്കേണ്ടിയിരിക്കുന്നു. വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടും കൂടെ അയക്കും. അവൻ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇവിടെ മലയാളത്തിൽ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. മത്തായി 24:31 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് വരുമ്പോൾ അങ്ങനെയല്ല. വായിച്ചാട്ടെ മോളെ അബിയെ. Matthew 24:31. And he said, and he shall send his angels with a great sound of a trumpet, and they shall gather together his elect from the four winds, from one end of heaven to the other. എവിടെ നിന്നാണ് ഇവരെ ശേഖരിക്കുന്നത്? ഇവരെന്ന് ഇവിടെ പറയുന്നത് ആരാ? വൃതന്മാരെന്നാണ് മലയാളത്തിൽ, ഇലക്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. തിരഞ്ഞെടുക്കപ്പെട്ടവരെ കർത്താവ് ചേർക്കും എന്ന് എഴുതിയിരിക്കുന്നു. കൃത്യമായി
ആ കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. തൻ്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടുകൂടി അയക്കും. ദൂതന്മാരെ 1 Thessalonians 4 അധ്യായത്തിൽ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടുകൂടി അയക്കുന്ന കാര്യമല്ല, അവിടെ ദൈവത്തിൻ്റെ കാഹളം ഊതുന്ന് എഴുതിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ. ഈ വിഷയമേ അല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മഹാകാഹള ധ്വനിയോടുകൂടെ അയക്കുന്നത് എന്തിനു വേണ്ടി, എന്താണ് ലക്ഷ്യം? അതിനാഴങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കണം. വായിക്കാം ഈ ഒരു ഭാഗം. ഇത് ഗ്രീക്കിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അഭിയമോൾ ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കും. മോള് വായിച്ചാട്ടെ. Vescot Hot and International Greek New Testament. Kai Apostolai, Tos Angelos Auto, Meta Salpingo Megalis, Kai Epi Synaxosin, Tos Ekliktos Auto, Ekton Thessalon and Anamon, Akron Uranon, Hos Ton Akron Oton. ആമേൻ. അഭിയമോൾ ആദ്യമായിട്ടാണ് ഗ്രീക്കൊക്കെ ഇത്രയും വലിയ വാചകം വായിക്കുന്നത്. എൻ്റെ വക ഒരു 100 കൺഗ്രാജുലേഷൻ കൊച്ചിനെ കൈമാറുകയാണ്. സ്വർഗം മോളെ അനുഗ്രഹിക്കട്ടെ. അവിടെ നാളെ ബൈബിളിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ നടത്തുന്ന സ്റ്റാൻഡേർഡ് ഒരു പരിഭാഷയായി മാറട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു സന്തോഷമാണ് എനിക്കത് അങ്ങനെ വായിക്കുന്നവരെ കാണുമ്പോൾ. നമുക്ക് വായിക്കാം. അതിൻ്റെ മലയാളം അർത്ഥം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഗ്രീക്ക് ടു മലയാളമാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. ഗ്രീക്കിൽ നിന്ന് നേരിട്ട് തർജ്ജമയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വായിക്കാം നമുക്ക്. ഒരു വലിയ കാഹളത്തിന് ശേഷം അദ്ദേഹം ആകാശത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ തന്റെ ദൂതന്മാരെ അയക്കുകയും അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിലെ 4 കാറ്റിൽ നിന്ന് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇവിടെ ഒന്ന് എടുത്തു വായിക്കുകയാണ് നമ്മൾ ആ ഭാഗം. തിരഞ്ഞെടുക്കപ്പെട്ടവരെ മുതൽ ഒന്ന് മോള് വായിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവരെ മുതൽ വായിച്ചാട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിലെ 4 കാറ്റിൽ നിന്ന് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. 1 തെസ്സലോനിക്ക ലേഖനം 4 അധ്യായവും 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായവും ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് കൃത്യമായി പറയുന്ന 2 അധ്യായങ്ങളാണ്. ആ 2 അധ്യായങ്ങളിലും ക്രിസ്തുവിൻ്റെ ഈ വരവിനെ കുറിച്ച് എഴുതിയിട്ടില്ല. കൃത്യമായി ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് 1 തെസ്സലോനിക്ക 4 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 15 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഒന്നും തന്നെ ഈ ഭാഗം കാണുന്നില്ല. 4 കാറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, 4 കാറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ശേഖരിക്കുകയാണ്. എടുത്തു പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു പ്രസംഗം നമ്മൾ പൊതുവെ കേൾക്കുന്നില്ല. കാരണം അതിലെഴുതിയതിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ ഭാവനയിൽ നിന്നല്ല ഈ ശുശ്രൂഷ നടക്കുന്നത്. തിരുവെഴുത്തുകൊണ്ട് തിരുവെഴുത്ത് തെളിയിക്കുന്ന അത്യുദാത്തമായ അനുഗ്രഹ അനുഭവമാണിത് എന്ന കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കടക്കട്ടെ. നമുക്കൊന്നിച്ച് മുമ്പോട്ട് പോകാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു പോകും നല്ലതാണ്. വായിച്ചാട്ടെ. വൃതന്മാരെ ചേർക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചേർക്കും. അപ്പോൾ ക്രിസ്തു തിരഞ്ഞെടുത്തത് ആരെയാണോ അവരെയാണ് 4 കാറ്റിൽ നിന്ന് ശേഖരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, ക്രിസ്തു തിരഞ്ഞെടുത്തവരാരൊക്കെയാണോ അതിൽ ആരാണ് ഇവിടെ പറയുന്ന 4 കാറ്റിൽ നിന്ന് അതേ ശേഖരിക്കുന്നത്? അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാത്. ആ വൃതന്മാരെന്നുള്ള വാക്കിൻ്റെ ശരി അർത്ഥം നമ്മളിപ്പോൾ കണ്ടു. ഇനി വൃതന്മാരാരൊക്കെയാണെന്നുള്ള കാര്യം ബൈബിൾ പറയുന്നുണ്ട്. വായിക്കാം. ഇത് ശ്രദ്ധിച്ചു വായിക്കേണ്ടതാണ്. മത്തായി സുവിശേഷം 24 അധ്യായം 22 വാക്യം, 24, 31 വാക്യങ്ങൾ. മർക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 21, 27 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18 അധ്യായം 7 വാക്യം. വൃതന്മാർ, അവന്റെ വൃതന്മാർ. ഗ്രീക്ക് വാക്ക് ഈ പറഞ്ഞ വാക്യങ്ങളിലൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവന്റെ വൃതന്മാർ, വൃതന്മാർ എന്നീ പദങ്ങൾ കാണാം. വൃതന്മാരെന്ന പദത്തിന് പല അർത്ഥങ്ങൾ വേറെ ഉണ്ടെങ്കിലും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന അർത്ഥമാണെന്ന കാര്യം കൃത്യമായി ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, ഈ പറയുന്ന വാക്യങ്ങളിലൊക്കെ ഈ ഗ്രീക്ക് പദം കാണാൻ കഴിയും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് ചില വാക്യങ്ങൾ ഒന്ന് വായിക്കാം. വായിച്ചാട്ടെ. 24-ന്റെ 22 വാക്യം. മത്തായി സുവിശേഷം 24 അധ്യായം 22 വാക്യം. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃദ്ധന്മാർ നിമിത്തമോ
ആ നാളുകൾ ചുരുങ്ങും. അവിടെ വൃദ്ധന്മാർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. വൃദ്ധന്മാർ. അടുത്തത് 24-31 ഒരുമിച്ച് വായിച്ചോളൂ മോളെ. 24-ാം അധ്യായം 24-ാം വാക്യം. കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. വൃദ്ധന്മാരെ തെറ്റിക്കുവാൻ അവിടെ വൃദ്ധന്മാർ. ഇനി 21-27 വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് 13. മർക്കോസ് 13-ാം അധ്യായം 21-27 വാക്യങ്ങൾ. അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെ എന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. 27-ാം വാക്യം. അന്ന് അവൻ തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ വൃദ്ധന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിന്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. തന്റെ വൃദ്ധന്മാർ എന്ന് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇത്രയും ഭാഗത്ത് നമുക്ക് മനസ്സിലായി ഈ ഗ്രീക്ക് പദം കൊണ്ടുവരുന്നത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാരൊക്കെ? ഇത് ബൈബിൾ നമുക്ക് എത്ര വലുപ്പത്തിൽ തരുന്നുണ്ട്. ഈ വലുപ്പത്തിൽ ഈ കാര്യം നമ്മൾ പഠിക്കേണ്ടതാണ്. പൊതുവെ ഇത്രയും ആഴത്തിൽ കാണാറില്ല. സ്വർഗം നമുക്കൊരു വലിയ വേദി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ ത്യാഗം നടത്തുന്ന എല്ലാ ദൈവമക്കളെയും, വിശേഷാൽ മുമ്പിൽ നിൽക്കുന്ന പാസ്റ്ററേയും കുടുംബത്തെയും ഈ ചർച്ചിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ സ്നേഹത്തോടെ അതെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെ അഭിനന്ദിക്കുകയാണ്. ദൈവം അവർക്ക് വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമുക്ക് ആഴത്തിലേക്കൊന്ന് കടക്കാം. വായിച്ചാട്ടെ. സുപ്രസാദ കാലത്തിൽ വൃദ്ധന്മാരുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. ഈ ഗ്രീക്ക് വാക്ക് കൃത്യമായി ശ്രദ്ധിക്കുക. വായിച്ചാട്ടെ മോളെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. സുപ്രസാദ കാലത്തിൽ. 1 പത്രോസ് 1:2, 2-ാം അധ്യായം 9-ാം വാക്യം. തീത്തോസ് 1-ാം അധ്യായം 3-ാം വാക്യം. കൊലോസ്യർ എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യം. 22-ാം അധ്യായം 14-ാം വാക്യം. റോമർ 11:5. ഈ ഭാഗത്തെല്ലാം തന്നെ ഈ ഗ്രീക്ക് പദമാണ്. എക്ലെക്ടോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവർ. അത് ഏത് കാലത്തിൽ? 2 കൊരിന്ത്യർ 6:2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ യുഗത്തിൽ, 3-ാം യുഗമായ സുപ്രസാദ കാലത്തിൽ ബൈബിളിലെ പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ബൈബിളിലെ പദങ്ങളാണ്, മാറി നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ സുപ്രസാദ കാലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. അതിലൊരു വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരായവർക്ക് എഴുതുന്നത്. വൃദ്ധന്മാരായവർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പൊ പുതിയ നിയമത്തിൽ സുപ്രസാദ കാലത്തിൽ ഈ യുഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് എന്ന കാര്യം സ്ഫടികസ്ഫുടമായി തീർന്നിരിക്കുകയാണ്. ഇനി റോമർ 11:5 കൂടെ ഒരുമിച്ച് നിങ്ങൾ വായിക്കണം എന്ന് ഓർപ്പിക്കുന്നു. റോമർ 11:5 കൂടെ. റോമർ എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഈ കാലത്തിൽ പൗലോസ എഴുതിയത് സുപ്രസാദ കാലം. ഈ കാലം സുപ്രസാദ കാലമാണ്. അതിൻ്റെ കാരണം എന്താ? 2 കൊരിന്ത്യർ 6:2 വായിച്ചാൽ കറക്റ്റായിട്ട് കാണാം. നമ്മൾ ഈ പഠിക്കുന്ന തെളിവ് വ്യക്തമാണ്. ഒന്നുകൂടെ വായിക്കാം. പലവട്ടം നമ്മൾ വായിച്ചതാണെങ്കിലും ഇത്തരണത്തിൽ അത് വായിക്കേണ്ടത് ഉചിതമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം. അതാണ് ഈ കാലത്തിൽ എന്ന് പറയാൻ കാരണം. വളരെ തെളിവായ വാക്യങ്ങളാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. ഈ കാലത്തിൽ, ഇപ്പോൾ സുപ്രസാദ കാലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മത്തായി 24:31 കർത്താവ് പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടവർ സുപ്രസാദ കാലത്തിലുള്ളവരല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. സുപ്രസാദ കാലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മത്തായി 24 പറയുന്ന മഹാകാഹളം ഊതുമ്പോൾ പോകുന്നത് എന്ന് കനത്ത പാഠഭാഗങ്ങൾ തരുന്നവരുണ്ട്. പക്ഷേ ഇത് യാഥാർത്ഥ്യം അറിയാൻ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി നമ്മളിപ്പോൾ വായിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. 2 ലൂക്കോസ് എഴുതിയ
സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. ന്യായപ്രമാണ കാലത്തിൽ. ന്യായപ്രമാണ കാലം എന്ന് പറയുന്നത് രണ്ടാം യുഗമാണ്. നമ്മൾ പഠിച്ചതാണ്. ഒന്നാം യുഗം പൂർവ്വകാലം, പൂർവ്വയുഗം, അത് കൃത്യമായി പഠിച്ചതാണ്. രണ്ടാമത്തേത് ന്യായപ്രമാണ കാലമാണ്. ഈ കാലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടോ? വായിക്കാം നമുക്ക്. 1 ദിനവൃത്താന്തം 16:12 വായിച്ചാട്ടെ. 1 ദിനവൃത്താന്തം 16:12. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 12-ാം വാക്യം. അവന്റെ ദാസനായ ഇസ്രായേലിന്റെ സന്താനമേ, അവന്റെ വൃതന്മാരായ യാക്കോബ് പുത്രന്മാരെ. യെശയ്യാവ് 65:9-22 വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 65-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ യാക്കോബിൽ നിന്നൊരു സന്തതിയെയും യഹൂദായിൽ നിന്ന് എന്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും. എന്റെ വൃതന്മാർ അതിനെ കൈവശമാക്കും. എന്റെ വൃതന്മാർ, ആ വാക്കൊന്ന് നിർത്തി വായിച്ച മോളെ. എന്റെ വൃതന്മാർ അതിനെ കൈവശമാക്കുകയും. ഇവിടെ എഴുതിയിരിക്കുന്നു യെശയ്യാവ് 65:9 എന്റെ വൃതന്മാർ, ദൈവത്തിന്റെ വൃതന്മാർ, യഹോവയുടെ വൃതന്മാർ അതിനെ കൈവശമാക്കും. അപ്പൊ പഴയ നിയമത്തിൽ കൃത്യമായി വൃതന്മാരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. ഇനി അപ്പോസ്തലപ്രവൃത്തി 13:17 കൊണ്ട് വായിക്കാം നമുക്ക്. വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 17-ാം വാക്യം. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോ സ്ഫടിക സ്ഫുടമാണ് പഴയ നിയമത്തിൽ അഥവാ ന്യായപ്രമാണ കാലത്തിൽ തിരഞ്ഞെടുത്തവരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ തെളിച്ചു പറയുകയാണ് ഞാൻ. പഴയ നിയമത്തിൽ 2 യുഗങ്ങളാണ് നമ്മൾ കണ്ടത്. ആദാം മുതൽ മോശ വരെ ഒരു യുഗം. ആ യുഗത്തിലാണ് അബ്രഹാം തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് കൃത്യമായി നമുക്ക് ആവർത്തന പുസ്തകത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ എഴുതിയിരിക്കണം. ആവർത്തനം 4-ാം അധ്യായം മുതൽ ഇഷ്ടംപോലെ ഭാഗത്തുണ്ട്. അങ്ങനെയെങ്കിൽ 1-ാം യുഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, 2-ാം യുഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, 3-ാം യുഗത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. കുറച്ചുകൂടെ തെളിച്ചു പറയട്ടെ. പൂർവ്വകാലത്തിൽ ആദാം മുതൽ മോശ വരെ, 2 മോശ മുതൽ സ്നാപക യോഹന്നാൻ വരെ, 3 സ്നാപക യോഹന്നാൻ മുതൽ യേശുവിൻ്റെ അയ്യേറിയിലെ വരവ് വരെ. ഈ 3 യുഗങ്ങളിലും വൃതന്മാരുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ ആകെ ഡൗട്ടായി. വൃതന്മാരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചേർക്കും എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ആരെയാണ് എന്ന് ഇപ്പോഴും തിരഞ്ഞിട്ടില്ല. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് റോമാലേഖനം 11:1 മുതൽ 5 വരെയും 28-ാം വാക്യവും ഇപ്പോൾ വായിച്ചേ പറ്റൂ. വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 5 വരെ. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരുളപ്പാടുണ്ടായത് എന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. മതി. എ വെരി സ്മോൾ റെമനന്റ് എന്നൊരു പാഠഭാഗം ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. എ വെരി സ്മോൾ റെമനന്റ്, അത്യല്പമായൊരു ശേഷിപ്പ് എല്ലാ യുഗങ്ങളിലും നമ്മുടെ കർത്താവിനുണ്ട്. എ വെരി സ്മോൾ റെമനന്റ്, അത്യല്പമായൊരു ശേഷിപ്പ് എല്ലാ യുഗങ്ങളിലും നമ്മുടെ കർത്താവിനുണ്ട്. അവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സൂക്ഷിച്ചു പഠിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാ യുഗത്തിലും ദൈവത്തിന് ഒരു ശേഷിപ്പുണ്ട്. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഏലിയാവിൻ്റെ കാലത്തുമുണ്ട്, ഇനി മോശയുടെ കാലത്തുണ്ട്, അബ്രഹാമിൻ്റെ കാലത്തുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 2 യുഗങ്ങളിലും ദൈവത്തിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. 3-ാം യുഗമായ നമ്മുടെ യുഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ സങ്കീർണമാകുന്ന വിഷയമെന്ന് തോന്നരുത്. കൃത്യമായി പറയാം, ഈ 3 യുഗത്തിൽ ഏത് യുഗത്തിലെ ആളുകളെയാണ് നമ്മുടെ കർത്താവ് സ്വീകരിക്കാൻ വരുന്നത്? അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന വാക്ക് ഗ്രീക്കിലൂടെ പറഞ്ഞിരിക്കുന്നു. അത് എവിടെ വരെ വിശാലതയിൽ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ചെറിയ ചിത്രമാണ് ഞാൻ ഇവിടെ തന്നത്. വലിയ ചിത്രം ഇനിയും പഠിക്കാൻ കിടക്കുകയാണ്. നമുക്ക് അടുത്ത ഭാഗം കൂടെ ഒന്ന് വായിക്കാം. വായിച്ചാട്ടെ മോളെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 31-ലെ വൃതന്മാർ ഏത് കാലത്തിലേത്?
കൃത്യമായൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ. നമ്മുടെ യേശു ക്രിസ്തു പറഞ്ഞ 31 വാക്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുകയാണ്. നമ്മുടെ പഠനം മുഖവുര ഇവിടെ കഴിഞ്ഞു. ഇനി ആഴത്തിലേക്ക് ഒന്നുകൂടെ ഇറങ്ങുകയാണ് നമ്മൾ. വായിക്കണം. ഇത് മോളൊന്ന് നിർത്തി 2 വട്ടം വായിക്കണം കേട്ടോ. എല്ലാവരും കേൾക്കട്ടെ ഈ ഭാഗം. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 31 വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 27 വാക്യത്തിൽ കാണുന്ന അനുഭവമല്ല തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 16 13 അധ്യായം 27 വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് വായിച്ചിട്ടില്ല. മർക്കോസ് 13 27 വാക്യം വായിച്ചാട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 27 വാക്യം. അന്ന് അവൻ തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിന്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇവിടെ കൃത്യമായി മത്തായിലും മർക്കോസിലും എഴുതിയിരിക്കുന്നു, 4 ദിക്കിൽ നിന്ന് 4 കാറ്റിൽ നിന്ന് വൃതന്മാരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ ശേഖരിക്കാൻ പോകുകയാണ്. അതാണ് മത്തായി 24 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലെ വരവ്, ലക്ഷ്യം എന്നറിഞ്ഞിരിക്കണം. മത്തായി 24 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുടെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യം അറിയാൻ, അതിൻ്റെ ആഴം അറിയാൻ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. കാരണം 1 തെസ്സലോനിക്കർ 4 13 മുതൽ 17 വരെ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം. 1 തെസ്സലോനിക്കർ 4 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആരാണ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നത്, ആരാണ് രൂപാന്തരപ്പെടുന്നത് വളരെ കൃത്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു നിലയിലുള്ള ചിത്രവും മത്തായിലും മർക്കോസിലും കാണുന്നില്ല. ആ വാക്ക് ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. മത്തായി 24 മർക്കോസ് 13 ലൂക്കോസ് 21 1 തെസ്സലോനിക്കർ 4 13 മുതൽ 17 വരെ പറയുന്ന 11 വിഷയങ്ങൾ നമ്മളിവിടെ കാണിച്ചതാണ്. അതെല്ലാം അത് കാണുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. അത് ഒന്നുകൂടെ ഞാനിവിടെ തെളിയിക്കുകയാണ്. വായിച്ചാട്ടെ മോളെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 16 ഉയർത്തെഴുന്നേൽപ്പും രൂപാന്തരവും എതിരേൽപ്പും. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 31 ഇല്ല. ഈ ഭാഗം ആദ്യമേ കൃത്യമായി മനസ്സിലാക്കണം. നമുക്കൊന്ന് എടുക്കാം. 1 തെസ്സലോനിക്കർ 4 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും എടുത്താട്ടെ. 1 തെസ്സലോനിക്കർ 4 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 15 മുതൽ 17 വരെ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം നടക്കേണ്ടത് തെസ്സലോനിക്ക ലേഖനത്തിൽ ഉയർത്തെഴുന്നേൽപ്പാണ്. ആദ്യം നടക്കേണ്ടത് ഉയർത്തെഴുന്നേൽപ്പാണ്. രണ്ടാമത് നടക്കേണ്ടത് രൂപാന്തരമാണ്. മൂന്നാമത്തെ കാര്യമാണ് എതിരേൽപ്പ്. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ വന്നിരിക്കണം. ഒന്നുകൂടെ എടുത്തു പറയുന്നു, ഉയർത്തെഴുന്നേൽപ്പ്, രൂപാന്തരം, എതിരേൽപ്പ്. ഇത് മൂന്നും നമുക്ക് മത്തായി 24 29 മുതൽ 31 വരെ വായിച്ചാൽ കാണില്ല. ആ കാര്യമാണ് ആദ്യം അറിയേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ 2 ഭാഗത്തെ വരവ് ഒരു ബന്ധവുമില്ല എന്ന കാര്യം തെളിവാണ്. നമുക്ക് വായിക്കാം. മത്തായി 24 29 മുതൽ 31 വരെ മോളെ നിർത്താതെ വായിച്ചോളൂ. മത്തായി സുവിശേഷം 24 അധ്യായം 29 മുതൽ 31 വരെ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണാം. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. ഈ പറഞ്ഞ 29, 30, 31 വാക്യങ്ങളിൽ 1 തെസ്സലോനിക്കർ 4 അധ്യായം 11 മുതൽ 17 വരെയുള്ള 11 സംഭവങ്ങൾ കണി കാണാനില്ല. അങ്ങനെ വിഷയമേ മത്തായിലില്ല. അപ്പൊ പൗലോസ് പറഞ്ഞ അതേ വരവും യേശുക്രിസ്തു പറഞ്ഞ വരവും 2 കാര്യങ്ങളാണെന്നുള്ള വിഷയം പച്ചയ്ക്കത് തെളിവായിരിക്കുകയാണ്.
ഈ കാര്യം ആദ്യമേ ഗ്രഹിക്കണം. ഒത്തിരി പേര് ഇതൊന്നാണെന്ന് പറഞ്ഞ് മഹാപീഡനത്തിന് മുൻപ് കർത്താവ് വരില്ല, മഹാപീഡനത്തിൻ്റെ മധ്യേ വരും, മഹാപീഡന ശേഷം വരും എന്നിങ്ങനെ പറഞ്ഞ് 11ഓളം ആർട്ടിക്കിളാണ് കൊണ്ടുവന്നതായി ഞാൻ കണ്ടത്. ഈ 11 ആർട്ടിക്കിളും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അറിയേണ്ടത് എന്താ? വളരെ വ്യക്തമല്ലേ? 24-31 നമ്മൾ സ്പഷ്ടമായി വായിച്ചു. ഇനി നമുക്ക് ഈ പ്രതലത്തിൽ നിന്ന് അല്പം കൂടെ ഉയരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒന്ന് വായിച്ചാട്ടെ മോളെ. 2 തരം ആകാശമേഘങ്ങൾ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യം. ഞാൻ ഒന്ന് എടുത്തു പറയട്ടെ. നിങ്ങൾ നാസയുടെ സൈറ്റിലോ യുക്യുവിലെ സയൻസ് അക്കാദമിയുടെ സൈറ്റിലോ ഇതര സൈറ്റിലോ കയറി നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം, ക്രിസ്തു പറഞ്ഞ 2 തരം മേഘങ്ങളുടെ സ്റ്റഡി ശാസ്ത്ര ലോകത്തിന് ഇപ്പോൾ സമ്മതമാണ്. ആമേൻ. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു പറഞ്ഞ 2 തരം മേഘങ്ങളാണ്. ആ 2 തരം മേഘങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് വായിക്കാം. കുഞ്ഞുങ്ങളിപ്പോൾ വായിക്കും, അപ്പോൾ കാണാമല്ലോ. വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യം. ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ. In the clouds of heaven. ഇതും കൂടെ വായിച്ചേ മക്കളെ. അതോടുകൂടെ Greek, Erkomenon, Epiton, Nephlon, Tau, Urano. നെഫലോൻ ടൗ ഊറാനോ എന്ന് പറയുന്നത് എന്താ? ഊറാനോ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് അർത്ഥങ്ങൾ. ഞാൻ കൃത്യമായി ഊറാനോസിന്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. ആ അർത്ഥങ്ങൾ മോളിപ്പോൾ വായിക്കും. ശ്രദ്ധിച്ചോളൂ എല്ലാവരും. Uranos, heaven, the aerial heavens or sky, the universe, the world, the sidereal or starry heavens, 264 words, 284 hits. ഇതെന്തുകൊണ്ടാണ് എഴുതിയത് എന്നും കൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ. 264 വാക്യങ്ങളിൽ 284 പ്രാവശ്യം പറഞ്ഞ പദമാണ് ഊറാനോസ് എന്ന പദം. അത് എന്തിനെ ഉദ്ദേശിച്ച് എഴുതിയിട്ടില്ല? അയേറയെ ഉദ്ദേശിച്ച് എഴുതിയിട്ടില്ല ബൈബിളിൽ. ഇവിടെ സ്വർഗങ്ങളിലെ മേഘങ്ങളാണ്. ആകാശത്തിലെ മേഘമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗങ്ങളിലെ മേഘങ്ങളിൽ വരുന്ന കാര്യമാണ്. സ്വർഗങ്ങളിലെ മേഘങ്ങളിൽ അത് കൃത്യമായി അറിഞ്ഞിട്ട് വേണം പോകാൻ. എന്നാൽ അടുത്ത ഭാഗം വരുമ്പോൾ അങ്ങനെയല്ല. ഒന്ന് വായിച്ചേ മോളെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. Clouds to meet the Lord in the air. ആ എയർ എന്ന വാക്കിനെ ബൈബിളിൽ എഴുതിയത് നമ്മൾ പഠിച്ചതാണ്. ഞാനിവിടെ എടുത്തു കാണിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് അത് കേൾക്കുക. മോളിപ്പോൾ വായിക്കും. വായിച്ചാട്ടെ. En, Nephlias, Ace, Appentesin, Tau, Curio, Ace, Aera. ഏസ് അയേറ. അവിടെ ഊറാനോസ് അല്ല, അന്തരീക്ഷ മേഖലയിലെ മേഘങ്ങളാണത്. അന്തരീക്ഷ മേഖലയിലെ മേഘങ്ങളാണ്. അത് വായുവിനോട് ബന്ധപ്പെട്ട മേഘങ്ങളാണ്. എന്നാൽ മറ്റതല്ല, സ്വർഗങ്ങളിലെ മേഘങ്ങളിലാണ് മത്തായി 24, മാർക്കോസ് 13 അതേ കർത്താവ് വരുന്നത്. അപ്പോൾ ഊറാനോസ് മേഘങ്ങളിൽ വരുന്ന വരവ് വേറെ, അയേറയിലെ മേഘങ്ങളിൽ എതിരേൽക്കുന്ന വരവ് വേറെ. ഇത് രണ്ടാണ് എന്ന കാര്യം ആദ്യമേ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും ഒന്നല്ല എന്നത് വിശദമായി പഠിപ്പിക്കാൻ ഇഷ്ടമുണ്ട് എനിക്ക്. ഇത് രണ്ട് വരവാണ്, 2 രംഗമാണ്. നമ്മൾ ഇവിടെ എന്താകുന്നെന്ന് ഒന്നുകൂടെ എടുത്തു പറയട്ടെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 17 വരെ മേഘങ്ങളിൽ എതിരേൽക്കുകയാണ്. മേഘങ്ങളിൽ എതിരേൽക്കുകയാണ് നമ്മൾ. ഏത് മേഘങ്ങളിൽ? അയേറയിലെ മേഘങ്ങളിലേക്ക് അവനെ എതിരേൽക്കാൻ നമ്മൾ ചെല്ലുകയാണ്. അവനെ എതിരേൽക്കാൻ നമ്മൾ ചെല്ലുകയാണ്. അവിടെ എതിരേൽക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായി ഞാൻ പിന്നെ പറയാം. നമ്മൾ ഇവിടെ നിന്ന് ശ്രദ്ധ മാറാൻ ഒക്കുകയില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ 2 ഭാഗവും കൃത്യമായ തെളിവാണ്. ഇതും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാകും. വായിച്ചാൽ Aera, atmospheric region, air, 7 verse 8 hits. അയേറ എന്ന പദം 7 വാക്യങ്ങളിൽ 8 ഇടങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഊറാനോസ് എന്ന പദം 264 വാക്യങ്ങളിൽ 284 ഇടങ്ങളിൽ കാണുന്നുണ്ട്. ഇത് രണ്ട് കാര്യമാണ്, 2 വരവാണ്, 2 ഇടങ്ങളാണ് എന്ന് സ്പഷ്ടമായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിലേത് വരവിലാണ് അനീഷ് പോകാനിരിക്കുന്നതെന്ന് ഞാൻ അനീഷിനോട് ചോദിക്കുക. ഉത്തരം പറയണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഏത് വരവിലാണ് അവിടെ പോകാനിരിക്കുന്നത്? അയേറയിലെ വരവിലാണ് 3 യുഗങ്ങളിലെ വിശുദ്ധന്മാരെ കർത്താവ് ചേർക്കുന്നത്. 3 യുഗങ്ങളിലെ വിശുദ്ധന്മാരെ കഴിഞ്ഞ പാഠങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ഒന്നുകൂടെ എടുത്തു പറയാം ഞാൻ.
പൂർവയുഗത്തിലെ വിശുദ്ധന്മാർ, ന്യായപ്രമാണ യുഗത്തിലെ വിശുദ്ധന്മാർ, സുപ്രസാദ കാലത്തിലെ വിശുദ്ധന്മാർ, ഈ 3 വിശുദ്ധന്മാരെയും എടുക്കുന്നത് അയേറയിലേക്കാണ്. അത് വരുന്നത് എപ്പോഴാണെന്ന് വളരെ സ്പഷ്ടമായി നമ്മൾ പഠിച്ചു. 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു. 1 യഹോവ വരുന്നു, 2 യഹോവയുടെ ദിവസം വരുന്നു, 3 യഹോവയുടെ കോപത്തിൻ്റെ ആയുധങ്ങൾ വരുന്നു. ആ വരുന്ന ടൈമിൽ 2 Thessalonians 2:1 കൃത്യമായി കണ്ടു, നമ്മൾ അങ്ങോട്ട് എടുക്കപ്പെടുകയാണ്. അതാണ് 1 Thessalonians 4 അധ്യായത്തിലെ വരവ്. 2 Thessalonians 2 അധ്യായം 1 വാക്യത്തിലെ നമ്മൾ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് നമ്മൾ എടുക്കപ്പെടുകയാണ്. അവൻ്റെ അടുക്കിലേക്ക് നമ്മൾ എടുക്കപ്പെടുകയാണ്. ഇനി ആ വാക്യം ഒന്ന് ജീനൊന്ന് വായിച്ച് കേൾപ്പിക്കണം. 2 Thessalonians 2:1. അധികം സ്പഷ്ടമായ ഒരു ഭാഗത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. 2 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 2 അധ്യായം 2 വാക്യം. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലോ ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും മതി മോളെ. 2:1 വാക്യങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഞാൻ 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കി, ഒന്നുകൂടെ വായിച്ചു നോക്കി എല്ലാവരും. 2 അധ്യായം 1 വാക്യം നിർത്തി വായിച്ചപ്പോൾ 2 അധ്യായം 1, 2 വാക്യങ്ങൾ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, യേശുവിന്റെ പ്രത്യക്ഷതയാണ് നമ്മുടെ വിഷയം. ആ പ്രത്യക്ഷതയിൽ എന്ത് സംഭവിക്കുന്നു എഴുതിയിരിക്കുന്നു, വായിച്ചേ. അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമം. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? അവന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അവന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. പക്ഷെ മത്തായി 24:31 അതല്ല. 4 കാറ്റിൽ നിന്ന് ശേഖരിക്കുകയാണ്. 4 കാറ്റിൽ നിന്ന് ശേഖരിക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണ് നമുക്ക് പിന്നെ പഠിക്കാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പം ഇത് രണ്ടും രണ്ടാണ് എന്ന കാര്യം ആദ്യമേ കൃത്യമായി തെളിയുക. ആകയാൽ മഹാപീഡനത്തിന് മുമ്പേ വരും, മഹോദരത്തിന് മുമ്പേ വരും, മഹോദരത്തിന് മധ്യത്തിൽ വരും, പിന്നെ വരും എന്നൊക്കെ പറയുന്ന വെറും താത്വിക പഠനങ്ങൾ വാസ്തവത്തിൽ വാദഗതിക്ക് വേണ്ടി മാത്രം, ജനത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതല്ല, ഇത് സത്യം നമ്മളിവിടെ വെളിപ്പെടുത്തുകയാണ് എന്ന കാര്യം ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പം എപ്പോൾ വരും? വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, യഹോവയുടെ ദിവസത്തിൻ്റെ ആരംഭത്തിൽ. ആമേൻ. യേശു കർത്താവ് വരുന്നപ്പോൾ കൃത്യമായ ഉത്തരം, യഹോവയുടെ ദിവസത്തിൻ്റെ ആരംഭത്തിൽ. ക്രിസ്തു എവിടെ വരും? അയേറയിൽ വരും. എഴുതി വെച്ചോളൂ നിങ്ങൾ, അയേറയിൽ വരും, അഥവാ അന്തരീക്ഷ മേഖലയിൽ വരും. വരുമ്പോൾ ആരൊക്കെ ചേർക്കപ്പെടും? അത് കൃത്യമാണ്. 3 യുഗങ്ങളിലെ വിശുദ്ധന്മാർ അവിടെ ചേർക്കപ്പെടും. അവർ ചേർക്കപ്പെടുന്ന വിധം എങ്ങനെയാണെന്ന് ഞാൻ ഒരു വാക്ക് ഇപ്പം പറയാം. 1 കൊരിന്ത്യർ 15 അധ്യായം 23 വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15 അധ്യായം 23 വാക്യം ചേർക്കപ്പെടുന്ന വിധം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15 അധ്യായം 23 വാക്യം. ഓരോരുത്തരും താൻ നിരയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അവിടെ കൃത്യമായി വരവിന്റെ ഘട്ടങ്ങൾ കർത്താവ് വളരെ ഭംഗിയായിട്ടാണ് പൗലോസ് പറയുന്നത്. ഒന്ന് വായിക്കാൻ മോളെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുകയാണ്. വായിച്ചാട്ടെ. ഓരോരുത്തരും താൻ നിരയിൽ അത്രേ. നിര എന്ന വാക്ക് TAGMA, ടാക്മ എന്ന വാക്കാണ്. എ ബോഡി ഓഫ് സോൾജേഴ്സ്, എ കോപ്സ്, ബാൻഡ്, ട്രൂപ്പ്, ക്ലാസ് എന്നിങ്ങനെ നിരവധി അർത്ഥങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഓരോ ഗ്രൂപ്പിലേക്ക്, ഓരോ ട്രൂപ്പിലേക്ക് ഇവിടെ നിന്ന് എടുക്കപ്പെടുകയാണ്. അതേതാ ട്രൂപ്പ്? ഏതാ ടാക്മ? 1 യുഗത്തിലെ ടാക്മ അത് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. അബ്രഹാം വേറെയുണ്ട്, അബ്രഹാമിൻ്റെ കുടുംബമുണ്ട്. 2ാമത്തെ യുഗത്തിൽ ആരൊക്കെയാണ്? ജാതികളും യഹൂദനും രക്ഷിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പം ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റാൽ ജാതികളുടെ ഗ്രൂപ്പിലേക്കുള്ളവർ ജാതികളിലേക്ക് പോകും, യഹൂദൻ്റെ ഗ്രൂപ്പിലേക്കുള്ളവർ യഹൂദ ഗ്രൂപ്പിലേക്ക് പോകും. നമുക്ക് ഒറിജിനൽ പദം പറയാം. യഹൂദ ടാക്മയിലേക്ക് യഹൂദൻ പോകും, ജാതികളുടെ ടാക്മയിലേക്ക് ജാതികൾ പോകും. എന്നാൽ പുതിയ നിയമസഭ അതല്ല. ജാതികളിൽ നിന്നും യഹൂദനിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ട ഗ്രൂപ്പാണ് പുതിയ നിയമസഭ. ആമേൻ. അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭ എടുക്കപ്പെടുന്നു പറയുമ്പോൾ എന്താ? ഈ യുഗത്തിൽ ജാതികളിൽ നിന്നും യഹൂദനിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. റോമാലേഖനം 9:22 മുതൽ 24 വരെ നിങ്ങൾ എഴുതി വയ്ക്കുക. റോമാലേഖനം 9:22 മുതൽ 24 വരെ
ഈ ഒരു അറിവും കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ ജീന വായിച്ചു കേൾപ്പിക്കും. റോമർ 9:22 മുതൽ 24 വരെ. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 22 മുതൽ 24 വരെ. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നാം, എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, കരുണാപാത്രങ്ങളായ നാം. അപ്പൊ ഏതെല്ലാം ടാഗ്മയിൽ നിന്നാണ് വന്നിരിക്കുന്നത്? യഹൂദ ടാഗ്മയിൽ നിന്നും ജാതികൾ എന്ന ടാഗ്മയിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ഗ്രൂപ്പാണ്, ഒരു ടാഗ്മയാണ് മൂന്നാമത്തെ യുഗത്തിലുള്ളത്. മൂന്നാം യുഗത്തിലെ ടാഗ്മ ജാതികളിൽ നിന്നും യഹൂദനിൽ നിന്നുമാണ് വ്യത്യാസം. ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ വെളിപ്പാടിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ തൽക്കാലം അവിടേക്ക് പോകുന്നില്ല, അത് നമ്മൾ പിന്നാലെ വിശാലമായി കടക്കും എന്നറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ നിന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. മഹാകാഹളം ബൈബിളിലെ ബന്ധം. വേദപുസ്തകത്തിൽ മഹാകാഹളം ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, അത് നമുക്ക് കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. മഹാകാഹളം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ട് എല്ലാവരും ഈ ഭാഗം കൊണ്ട് വളരെ ഭംഗിയായിട്ട് കണ്ടിട്ട് പോകണം. വായിച്ചാട്ട്. മഹാകാഹളം ഇസ്രായേലിനു വേണ്ടി. ഇത് കെ.ഒ. തോമസ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ ഒരു പക്ഷപാതമായ ഒരു ടൈപ്പിംഗ് അല്ലേ, ഇത് പരസ്യപ്പെടുത്തലല്ലേ എന്നൊരു തോന്നലുണ്ട്. അങ്ങനെയല്ല. വേദപുസ്തകത്തിൽ മഹാകാഹളം എന്ന വിഷയം എഴുതിയിരിക്കുന്നത് ഏത് വലുപ്പത്തിലാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. മത്തായിൽ പറയുന്ന മഹാകാഹളം ബൈബിളിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ, വിശാലമായി പഠിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയണ്ടേ. വായിച്ചാട്ടെ മക്കളെ. Matthew 24 verses 30 and 31. Greek, സാൽപിംഗോസ് മെഗാലിസ് എന്ന് പറയുന്ന മഹാകാഹളം പഴയ നിയമത്തിൽ എവിടെ കിടക്കുന്നു, പുതിയ നിയമത്തിൽ വേറെ എവിടെ കിടക്കുന്നു, നമുക്ക് നോക്കാം. വായിച്ചാട്ടെ മകളെ, ഇതൊന്ന് വായിക്കണം, ഈ വാക്യവും വായിക്കണം. Isaiah 27 verses 12 and 13. Hebrews, Eshopar Gadol, only for Israel. ഈ പറയുന്ന മഹാകാഹളം ഇസ്രയേലിന് വേണ്ടി മാത്രമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. വായിച്ചാട്ടെ മോളെ, വാക്യം കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 27-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമെരിക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. വായിച്ചാട്ടെ. അന്നാളിൽ മഹാകാഹളം ഊതും. ആർക്ക് വേണ്ടിയാണെന്ന് വായിച്ചല്ലോ ജീന. ഇസ്രായേൽ മക്കളെ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്ന സമയത്താണ്, ശേഖരിക്കുന്ന സമയത്താണ് മഹാകാഹളം ഊതുന്നത്. അത് ദൈവസഭയ്ക്കുള്ളതല്ല എന്ന കാര്യം ആദ്യമേ അറിഞ്ഞിരിക്കണം. മഹാകാഹളം ആർക്ക് വേണ്ടിയെന്ന് വളരെ സ്ഫടികസ്ഫുടമായ സ്റ്റഡിയാണിത്. വായിച്ചാട്ടെ മോളെ, ആ 12-13 ഒരുമിച്ചൊന്ന് വായിച്ചോളൂ. ഇനി ഒരുമിച്ച്. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമെരിക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. അന്നാളിൽ മഹാകാഹളമൂതും. അശൂർ ദേശത്ത് നഷ്ടരായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്നു യെരൂശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. അപ്പൊ ഈ മഹാകാഹളം ഊതിക്കഴിഞ്ഞാൽ ആരെയാണ് ചേർക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ചിതറപ്പെട്ട ഇസ്രയേലിനെ മുഴുവൻ ചേർത്ത് വരുത്തുന്ന, എവിടേക്ക് വരുത്തുന്നു? വിശുദ്ധ പർവ്വതമായ സിയോനിലേക്ക്, യെരൂശലേമിലേക്ക് വരുത്തുന്നതാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇത് ഞാനിവിടെ ഒന്ന് എടുത്ത് കാണിക്കുകയാണ്, ഈ ഭാഗം നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി. ഇസ്രായേൽ മക്കളെ ഓരോന്നായി പെറുക്കിയെടുക്കും. അന്നാളിൽ മഹാകാഹളം ഊതും യെരൂശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ. അതാണ്, ഏതാണ് വിശുദ്ധ പർവ്വതം? ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് വിശുദ്ധ പർവ്വതം ഏതാണെന്ന്. യോവേൽ 3:17, സങ്കീർത്തനം 48:1-2. ആ വിശുദ്ധ പർവ്വതം എന്ന് പറയുന്നത് സിയോനാണ്. ആമേൻ. യെരൂശലേമിന് ചുറ്റും 5 പർവ്വതങ്ങളാണ്. അതൊന്ന് വായിക്കണം മോളെ. യോവേൽ 3:17 സ്ഥലത്ത് ഈ വിശുദ്ധ പർവ്വതത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വായിക്കാം. യോവേൽ 3:17 വാക്യം. അങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി. മതി കറക്റ്റ് അല്ലേ? എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ. ആമേൻ. അപ്പൊ എവിടേക്കാണ് ചേർക്കുന്നത്? ഇസ്രായേൽ മക്കളെ മഹാകാഹളം ഊതി ചേർക്കുന്നത് സിയോനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്.
പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾക്ക് വേണ്ടി അല്ല മഹാകാഹളം എന്ന കാര്യം അറിയുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് വേണ്ടി ഊതുന്ന കാഹളം ദൈവത്തിൻ്റെ കാഹളമാണ്. ആ കാഹളം കേൾക്കാൻ എത്ര പേർ കൊതിക്കുന്നുണ്ട്? ആമേൻ. ആ കാഹളം കേട്ട് അക്കരെ പോകണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? എത്ര സ്ഫുടമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. മഹാകാഹളം ദൈവസഭയ്ക്ക് വേണ്ടി അല്ല എന്നത് വളരെ സ്പഷ്ടമായിരിക്കുന്നു. ഇനി അതിനകത്ത് മറ്റു പല കാര്യങ്ങൾ പഠിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഈ ഭാഗം ഒന്ന് വായിക്കണം. മഹാകാഹളത്തിൻ്റെ ആവശ്യം എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഗ്രേറ്റ് ട്രംപറ്റ്? നമുക്ക് ഒന്ന് വായിക്കാൻ ഈ വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കണം കേട്ടോ. ഓരോന്ന് പറയുമ്പോഴും വായിക്കണം. 25:9 ലേവ്യ പുസ്തകം 25-ാം അധ്യായം 9-ാം വാക്യം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് എല്ലായിടവും കാഹളം ധ്വനിപ്പിക്കുക. മഹാധ്വനി കാഹളം എന്തിനു വേണ്ടി? പാപപരിഹാര ദിവസത്തിൽ ഊതുന്നതാണ്. ഇസ്രായേലിന്റെ പാപപരിഹാര ദിവസത്തിൽ ഊതുന്ന കാഹളമാണ് മഹാകാഹളം. ആ വാക്യം ഒന്നുകൂടെ വായിപ്പിക്കുകയാണ്. 25:9 എല്ലാവരും ശ്രദ്ധിക്കണം. മഹാകാഹളത്തിന്റെ പ്രത്യേകത ഇസ്രായേലിന്റെ പാപപരിഹാര ദിവസത്തിലെ വിഷയമാണ്. വായിച്ചേ മോളെ 27:9 വാക്യം. ലേവ്യ 25:9 വായിച്ചു. ഇനി യെശയ്യാവ് 27:9 വായിക്കണം. യെശയ്യാവ് 27-ാം അധ്യായം 9-ാം വാക്യം. ഇതുകൊണ്ട് യാക്കോബിന്റെ അകൃത്യത്തിന് പരിഹാരം വരും. അവന്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിന്റെ ഫലമെല്ലാം ഇതാകുന്നു. അവൻ ബലിപീഠത്തിന്റെ കല്ലൊക്കെ മിടിച്ചു തകർത്ത ചുണ്ണാമ്പ് കല്ലുപോലെ ആക്കുമ്പോൾ അശേര പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കുകയില്ല. 27-ാം അധ്യായത്തിൽ കൃത്യമായൊരു മെസ്സേജാണ്. ഇസ്രായേലിന്റെ പാപപരിഹാരം വരുത്താൻ പോകുകയാണ്. ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. ഇസ്രായേലിന്റെ പാപപരിഹാരം വരുത്തുന്ന ദിവസത്തിലാണ് 12-13 ശ്രദ്ധിക്കണം. ഇനി മോള് 3 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കണം കേട്ടോ. 27:9, 12, 13 വാക്യം. അങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 27-ാം അധ്യായം 9, 12, 13 വാക്യങ്ങൾ. ഇതുകൊണ്ട് യാക്കോബിന്റെ അകൃത്യത്തിന് പരിഹാരം വരും. അവന്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിന്റെ ഫലമെല്ലാം ഇതാകുന്നു. അവൻ ബലിപീഠത്തിന്റെ കല്ലൊക്കെയും ഇടിച്ചു തകർത്ത ചുണ്ണാമ്പ് കല്ലുപോലെ ആക്കുമ്പോൾ അശേര പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കുകയില്ല. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമെരിക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. അന്നാളിൽ മഹാകാഹളമൂതും. അശൂർ ദേശത്ത് നഷ്ടരായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരൂശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര സന്തോഷമുണ്ട്. എത്ര കൃത്യമായി തെളിവ് വന്നിരിക്കുന്നത്. ദൈവവചനം തെളിയുമ്പോൾ സന്തോഷിക്കുന്ന പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് സന്തോഷിക്കാം. ഇത്ര തെളിവായ ഭാഗം ഇതാണ് തെറ്റിച്ച് പഠിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ തെറ്റിക്കുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇതൊന്നുകൂടെ എടുത്തു പറയുന്നു. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 കർത്താവ് പറയുന്ന ഭാഗം വരവ് ഏതാണ്? ഇവിടെ തെളിവായി പറഞ്ഞിരിക്കുന്നു. പാപപരിഹാര ദിവസമാണ് മഹാകാഹളം ഊതുന്നത്. ആ പാപപരിഹാര ദിവസം ഏതാണെന്ന് വളരെ വ്യക്തമാണ്. ഇനിയും വാക്യങ്ങളുണ്ട്. ഞാൻ അത്രയും വിശാലമായി പോകുന്നില്ല, നമ്മുടെ സമയത്തിൻ്റെ പരിധി നിൽക്കണമല്ലോ. അങ്ങനെയെങ്കിൽ പാപപരിഹാര ദിവസം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പാപം കഴുകുന്ന ഒരു ദിവസമുണ്ട്. യെശയ്യാവിൽ പറയുന്നു, അവരെ ഞാൻ 2 വിധ കാറ്റുകൊണ്ട് കഴുകും എന്ന്. 4-ാം അധ്യായം എടുത്ത മക്കൾ, യെശയ്യാവ് 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച മക്കളെ. യെശയ്യാവ് 4:3 മുതൽ. അപ്പോൾ കൃത്യമായ ആ ഭാഗം കാണാം. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരൂശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? മലിനത കഴുകിക്കളയാൻ കാറ്റ് വരുന്നു. ആ കാറ്റ് ഏതാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്, മലിനത കഴുകിക്കളയുന്ന സമയത്ത്, ആമേൻ, മലിനത കഴുകിക്കളയുന്ന സമയത്ത് സെഖര്യാവ് 13:1 മലിനത കഴുകിക്കളയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. വായിച്ചാട്ടെ മോളെ, സെഖര്യാവ് 13:1 വാക്യത്തിലും. 13-ാം അധ്യായം 1-ാം വാക്യം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും
യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറയാം. അന്നാളിൽ, അതേതാ നാള്? പാപപരിഹാര നാള്. ഏതാ നാള്? മഹാകാഹളം ഊതുന്ന നാൾ. കൃത്യമല്ലേ? അന്നാണ് അവന്റെ പാപം മുഴുവൻ കഴുകിക്കളയുന്നത്. ആ ടൈമിൽ ഈ പറയുന്ന രംഗമേത 27:1, 27:8 ഇത് രണ്ടും ശ്രദ്ധിച്ചാലാണ് ആ വാക്യത്തിന്റെ വിശാലത മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വായിച്ച മോളെ. 27-ാം അധ്യായം 1-ാം വാക്യം. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. 3 വിധ സർപ്പങ്ങളെ കൊന്നുകളയുന്ന ടൈമാണിത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? 3 വിധ സർപ്പങ്ങളെ കൊന്നുകളയുന്ന സമയമാണിത്. വളരെ വിശാലമായി പഠിക്കേണ്ട ഭാഗമാണിത്. നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരിക. അന്ന് 3 വിധ സർപ്പങ്ങൾ ആരൊക്കെയാണ്? ശ്രദ്ധിച്ചാൽ അറിയാം. പിശാചിനെ സർപ്പം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. സർപ്പത്തിന്റെ സന്തതി എന്ന് ആന്റി ക്രൈസ്റ്റിനെ പറയുന്നുണ്ട്. അവിടെ 3 വിധ സർപ്പങ്ങൾ കൃത്യമാണ്. കള്ളപ്രവാചകനും അപ്പോൾ തന്നെ ആന്റി ക്രൈസ്റ്റും പിശാച് 3 പേരെയും കർത്താവ് എവിടേക്ക് തള്ളിയിടും? നരകത്തിലേക്കും തീപ്പൊയ്കിലേക്ക്, പാതാളത്തിലേക്കും. തീപ്പൊയ്കിലേക്കും പാതാളത്തിലേക്കും തള്ളിയിടും. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. അതൊക്കെ പഠിച്ചിരിക്കുന്ന ഇപ്പോൾ മനസ്സിലാക്കണം. വെളിപ്പാട് 19, വെളിപ്പാട് 20 അങ്ങനെ ഇടുന്ന ടൈമിലാണ് മഹാകാഹളം ഊതുന്നതും ഇവരെ കൂട്ടിച്ചേർക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. എത്ര ഭംഗിയായൊരു അറിവിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അവരുടെ പാപപരിഹാര ദിവസമാണത്. ആമേൻ. ഇവിടെ കുറച്ചുകൂടി വിശാലമായൊരു ഭാഗമുണ്ട്. ഒന്ന് വായിച്ചു പോണേ. ഇത് എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം വായിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ ഒരു വാചകം വിട്ടുപോയി. ഇസ്രായേലിനെ കടുത്ത പ്രതിസന്ധിയിൽ രക്ഷിപ്പാനാണ് ഈ മഹാകാഹളം എന്ന കാര്യം 27-ാം അധ്യായം അറിയാം. യെശയ്യാവ് 27-ാം അധ്യായം 3 സർപ്പങ്ങളെ കൊല്ലുന്നതാണ്. കനത്ത യുദ്ധത്തിന്റെ സമയമാണ്. ആ ടൈമിലാണ് മഹാകാഹളം ഊതുന്നത്. ആ ടൈമിലാണ് അവരുടെ പരിഹാരമുള്ളത്. ആ ടൈമിലെ കാര്യമാണ്. ഇനി എബ്രായ ലേഖനം 9:28 വായിക്കണം. ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകുന്നത്. വായിച്ചാട്ടെ. ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത്തെ പ്രത്യക്ഷതയിലെ രംഗമാണ് ഇവിടെ വായിക്കുന്നത്. ഇനി വായിച്ച മക്കൾ അബിയ. 2 Hebrews 9:28 Greek soteria, salvation, deliverance from the molestation of any. രക്ഷയും ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് മോചനവും. അപ്പൊ രണ്ടാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള മഹാകാഹളം കൂടിയാണത്. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നുള്ള മോചനമായ രക്ഷയാണത്. അത് പാപത്തിന്റെ പരിഹാര രക്ഷയല്ല. ആ കാര്യം അറിഞ്ഞിരിക്കണം. ആമേൻ. ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷയാണ്. ആമേൻ. അതെന്താണ് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആദ്യം പാപത്തിന്റെ പരിഹാരം, സാൽവേഷൻ. 2 ഡെലിവറൻസ് ഫ്രം ദ molestation ഓഫ് എനിമീസ്, രക്ഷയും അതോടൊപ്പം ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നുള്ള വിടുതൽ കൂടിയാണ്. അത് എത്ര വലുപ്പത്തിൽ പഠിക്കേണ്ടതാണ് എന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നിച്ചൊന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ മോളെ. 4 ദിക്കിൽ നിന്നും. From the 4 winds only for Israel. 4 വിധ കാറ്റുകൾ. 4 കാറ്റിൽ നിന്നും എന്നാണ് കറക്റ്റ്. ഫ്രം ദ 4 വിൻഡ്സ്, 4 കാറ്റിൽ നിന്നും എന്നാണ്. അത് ആര് ബന്ധിച്ചാണ് നിൽക്കുന്നത്? ഈ 4 കാറ്റും ഇസ്രായേലിനെ ബന്ധിച്ചാണ് നിൽക്കുന്നത്. ശരിക്കും വായിക്കാൻ നമുക്ക് മുമ്പോട്ട് പോകാം. വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഭാഗം. Matthew 24:31, Mark 13:27. Gather together from the 4 winds. 4 കാറ്റിൽ നിന്നാണ് ശേഖരിക്കുന്നത്. 4 കാറ്റിൽ നിന്ന്. ഈ 4 കാറ്റ് എന്ന് പറയുന്നത് പുതിയ നിയമസഭയുമായി ഒരു ബന്ധവുമില്ല. ആമേൻ. പുതിയ നിയമസഭയുമായി ഒരു ബന്ധവുമില്ല. ഇസ്രായേലിനെ മാത്രം ബാധിക്കുന്നതാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. നമുക്കത് വായിക്കാം. വായിച്ചാട്ടെ മോളെ വേഗം. Ekton, Tesaron, Anamon. 4 കാറ്റിൽ നിന്നും. കാറ്റ് വളരെ ശക്തമായ കൊടുങ്കാറ്റ്, അക്രമാസക്തമായ
പ്രക്ഷോഭവും വായുവിന്റെ പ്രവാഹവും. അപ്പൊ ഈ അനമോൻ എന്ന വാക്കിന്റെ ആഴം ഇതുവരെ കണ്ടില്ലാരും. അവിടെ വിഷയം. അനമോൻ എവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണം. മത്തായി 24:31 പറഞ്ഞിരിക്കുന്ന അനമോൻ അതെന്താ? അക്രമാസക്തമായ പ്രക്ഷോഭവും വായുവിന്റെ പ്രവാഹവും. അക്രമാസക്തമായ പ്രക്ഷോഭം എപ്പോഴാ? കൃത്യമായി നമുക്കിവിടെ കാണാം. ഈ 4 കാറ്റ് എന്ന ഭാഗം ആദ്യം ഒന്ന് തെളിയിച്ചിട്ട് അതിലേക്ക് പ്രവേശിക്കാം. വായിച്ചാട്ടെ മോളെ, ഇതൊന്ന് വായിച്ചേ. അനമോൻ എന്ന വാക്ക് പുതിയ നിയമത്തിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. Anemon in New Testament, Ephesians 4:14, Matthew 7 verses 5 and 27, Matthew 14 verses 24 to 32, John 6 verses 18, Luke 8 verses 23 to 25, James 3 verses 4, Revelation 6 verses 13. ഈ ഭാഗമൊക്കെ വായിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളെ വായിപ്പിക്കുന്നതിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ ശക്തമായ കാറ്റടിച്ച് വീഴുന്ന കാര്യമാണ് മത്തായി 7 എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ശക്തമായ കാറ്റടിച്ച് ഒഴുകുന്ന ഭാഗമാണ് മത്തായി 14 എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിസന്ധികളുടെ അക്രമാസക്തമായ പ്രക്ഷോഭമാണ്, വായുവിൻ്റെ പ്രവാഹമാണ് അവിടെ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇവിടെ കൃത്യമായി മനസ്സിലാക്കുക, അക്രമാസക്തമായ 4 വിധ പ്രക്ഷോഭത്തിൽ നിന്ന് ആരെ വിടുവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്? പുതിയ നിയമസഭയെ വിടുവിക്കുമെന്നല്ല, അത് ഇസ്രായേലിനെ വിടുവിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ ശക്തമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്രായേലിനെ വിടുവിക്കുന്ന ഭാഗമാണ്. നമുക്ക് മുമ്പോട്ട് പോകണം. ഇതും കൂടെ കണ്ടെങ്കിലേ പറ്റുള്ളൂ. വായിക്കാമോ മോളെ? 4 ദിക്കിൽ നിന്നും From the 4 winds, only for Israel. 4 കാറ്റ്. ബൈബിളിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മാത്രം എടുത്തു പറയുകയാണ് ഞാൻ. പുതിയ നിയമസഭയുമായി 4 കാറ്റെന്ന വാക്ക് വിഷയമില്ല, ബന്ധമില്ല. എന്നാൽ ഇസ്രായേലുമായിട്ട് 4 കാറ്റ് പൂർണ്ണ ബന്ധമുണ്ട് എന്നറിഞ്ഞിരിക്കണം. ആമേൻ. വായിച്ചാട്ടെ. സെക്കറിയാവ് 6-ാം അധ്യായം 5-ാം വാക്യം, ആകാശത്തിലെ 4 കാറ്റും 4 കുതിരകളും. 4 കാറ്റും 4 കുതിരകളും പുതിയ നിയമസഭയോട് ബന്ധപ്പെട്ടല്ല ഇത് ആകാശത്തിലെ 4 കാറ്റും 4 കുതിരകളും ഇസ്രായേലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വായിച്ചു പോകേണ്ടതാണെങ്കിലും സമയത്തിന്റെ പരിധിയിൽ ഞാൻ ഓടിച്ചു പോകുകയാണ്. വായിച്ചു നോക്കിയത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 9 വരെ ഉള്ള വാക്യങ്ങൾ. 4 ദൂതന്മാരും ഭൂമിയിലെ 4 കാറ്റും മുദ്രയും. 1 മുതൽ 9 വരെ വായിക്കുമ്പോൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെ 12,000 വെച്ച് 1,40,000 പേരുടെ കാര്യമാണ്. അവിടെയും 4 കാറ്റ് കാണാം. 12 ഗോത്രങ്ങളുടെ 12,000 വെച്ചുള്ള പ്രൈസ് ദി ലോർഡ് 4 അത് സമയത്താണ് 4 കാറ്റ്. അത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളാണ്. അത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. 4-ാം വാക്യം വായിച്ചേ മോളെ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. ഇസ്രായേൽ ഗോത്രങ്ങളിലെ മുദ്രയേറ്റവർ 144,000 പേരാണെന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നു. അവിടെയാണ് 4 കാറ്റ് കാണുന്നത്. ആകയാൽ 4 കാറ്റ് എന്ന് പറയുന്നത് പുതിയ നിയമസഭയുമായിട്ടല്ല ബന്ധം. ഇനി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഏറ്റവും സൂക്ഷ്മമായി. യെഹെസ്കേൽ 37:9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഇതിന്റെ അന്തിമ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. വായിക്കാം. യെഹെസ്കേൽ 37-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ശുമാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്നു ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. 4 കാറ്റുകളിൽ നിന്നും വന്ന് അവരുടെ മേൽ ഊതുവാൻ പറഞ്ഞത് ശ്വാസമേ എന്ന വാക്കാണ്. അത് ആരെ കുറിച്ചാണെന്ന് കൃത്യമായി നമുക്കൊന്ന് കാണാം. ഇവിടെ ഞാൻ വീണ്ടും കാണിക്കുന്നു. ഒന്ന് വായിക്കാമോ ഈ വന്നിരിക്കുന്ന സ്പെഷ്യൽ കോളം? മോൾ ആദ്യം അത് വായിച്ച സ്പെഷ്യൽ കോളം Ezekiel 37 verses 6 and 14. I will put my spirit. ആ 2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം. നമ്മുടെ സമയത്തിന്റെ പരിധി വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം തെളിയിച്ചിരിക്കാം. വായിച്ചാട്ടെ. യെഹെസ്കേൽ 37-ാം അധ്യായം 6-14 വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളുടെ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. 14-ാം വാക്യം, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ഈ 4 കാറ്റ് വരുമ്പോൾ ആ 4 കാറ്റുകളുടെ ഇടയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വെച്ചു കൊടുത്ത് ഇസ്രായേലിനെ വലിയ തോതിൽ വിടുവിക്കുന്ന ഒരു രംഗമാണ് മഹാകാഹള ധ്വനി സമയത്ത് നടക്കുന്നത്.
ആമേൻ. എങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, ഇന്ന് യൂട്യൂബ് വഴി കേൾക്കുന്ന, ഇതര ഫേസ്ബുക്ക് വഴി, മാധ്യമങ്ങൾ വഴി കേൾക്കുന്ന ആരുമാകട്ടെ, കനത്ത കാറ്റുകൾ 4 സൈഡിൽ നിന്ന് ഊതുമ്പോൾ ആ ഊതുന്ന സമയത്ത് എൻ്റെ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് വിടുവിക്കുന്ന ഒരു രംഗമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആത്മപകർച്ച നമ്മൾ ഈ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു വലിയ രംഗമല്ലേ? 4 കാറ്റ് എന്താണെന്ന് ഞാൻ പിന്നെ തെളിയിക്കാം, ടൈമില്ലാത്തതുകൊണ്ടാണ്. താഴെ നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇവിടെ വളരെ വ്യക്തമാണ്, 4 കാറ്റും കൃത്യമായി യഹൂദനോട് ബന്ധപ്പെട്ട് മാത്രമാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ആമേൻ. അത് ആരെക്കുറിച്ചല്ല, പുതിയ നിയമസഭയെക്കുറിച്ച് അല്ലവേ അല്ല. ആകയാൽ ഇവിടെയുള്ള വലിയ കാര്യം എന്താ? 4 ദിക്കിൽ നിന്നും 4 കാറ്റൂതി ചരിത്രത്തിൽ ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ പോകുന്ന സമയത്ത് തമ്പുരാൻ പറയുകയാണ്, നീ മര്യാദയ്ക്ക് കരഞ്ഞു വന്നാൽ, നീ ശരിക്കും കരഞ്ഞ് ഉപേക്ഷിച്ച് വന്നാൽ, നിന്റെ പാപങ്ങൾ അത് ഉപേക്ഷിച്ച് നീ വന്നാൽ, പൊട്ടിക്കരഞ്ഞ് നീ വന്നാൽ, ദൈവത്തോട് മാപ്പ് ചോദിച്ച് നീ വന്നാൽ, വിടേണ്ടതെല്ലാം വിട്ടേച്ച് വന്നാൽ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ്, ഞാൻ എൻ്റെ ആത്മാവിനെ വെച്ച് തരാൻ പോകുകയാണ്. ആമേൻ. ഇത് ലോകത്തിലുള്ള എല്ലാവരോടുള്ള ദൂതാണ്. ആദ്യമേ അറിഞ്ഞിരിക്കണം, ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കാനിടയായാൽ ഈ വർഷാവസാനം നിങ്ങൾ ആണ്ടുകുമ്പസാരം പറയുകയല്ല വേണ്ടത്. അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ വിട്ടുകളയേണ്ടതെല്ലാം വിട്ടുകളഞ്ഞാൽ നമുക്ക് ആണ്ടുകുമ്പസാരം ഇല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും നമുക്ക് കർത്താവിനോട് കുമ്പസാരമാണ്, ഡെയിലി കുമ്പസാരമാണ് നമുക്കുള്ളത്. ആണ്ടുകുമ്പസാരം എന്ന് പറഞ്ഞ് കുമ്പസാരമില്ല. അതുപോലെ ചില വിചാരിച്ചിരിക്കുന്നത് ബഹുമാനരായ പള്ളിയിലെ അച്ഛന്മാരോട് കുമ്പസാരമാണ്. അതും തെറ്റാണ്. കാരണം നമ്മുടെ യൂത ബെസ്റ്റ് അച്ഛന്മാരോട്, അതും മഹാപുരോഹിതന്മാരോട് പോയി അത് കുമ്പസരിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. അതേ തലയിൽ കെട്ടുകെട്ടി, വലിയ നീളമുള്ള അതേ ഉടുപ്പിട്ട്, നടുകെട്ട് കെട്ടി, അരയിൽ കെട്ടുകഴിഞ്ഞ് വടിയും പിടിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ മഹാപുരോഹിതന്മാരോട് ചെന്ന അത് അവൻ ക്ഷമ ചോദിച്ചത്. അവൻ ഏറ്റുപറഞ്ഞു, പക്ഷെ ഒരു വിടുതലും കിട്ടിയില്ല. അതേസമയം മര്യാദയ്ക്ക് തിരിഞ്ഞു നിന്നിട്ട് യേശുവിനോട് അവൻ ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ, സാക്ഷാൽ മഹാപുരോഹിതൻ നമ്മുടെ ജീവൻ പ്രൈസ് ദി ലോർഡ് എടുക്കാതെ നമുക്ക് വേണ്ടി ജീവൻ എടുത്ത, നമുക്ക് വേണ്ടി ജീവൻ കളഞ്ഞ, വെച്ച് തന്ന, മറുവില വെച്ച് തന്ന ആ യേശുവിനോട് അവൻ തിരിഞ്ഞ് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ അവന് വിടുതൽ കിട്ടുമായിരുന്നു. ഇവിടെ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം, മറ്റേ ഭാഗം അടുത്ത ആഴ്ച ചിന്തിക്കാം. ശ്രദ്ധിച്ചിരിക്കുക, 4 ഭാഗത്തൊന്നും പ്രതിസന്ധികൾ വന്നാലും അവിടെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമുക്ക് വേണ്ടി വിടുതൽ തരാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നുറപ്പുള്ളവർ എത്ര പേരിയിരിക്കുന്നു? നമ്മുടെ കരങ്ങൾ ഉയർത്തി ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞു. ഇങ്ങനൊരു വലിയ ആത്മപകർച്ചയാൽ നമുക്കൊരു വിടുതൽ ദൈവം തരുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. കൃത്യമായി ഇവിടെ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇനി നമുക്ക് എടുക്കാം യെഹെസ്കേൽ 37:9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. അതിനു മുമ്പ് സെക്കര്യാവ് 9:14 വായിച്ചാൽ ഉപകാരമായിരിക്കും. സെക്കര്യാവ് 9:14 വാക്യം. കാറ്റും പ്രത്യക്ഷതയും കാഹളവും ബന്ധം ഇസ്രായേലിൽ. യഹോവ അവർക്ക്, സെക്കര്യാവ് 9:14 വാക്യം. യഹോവ അവർക്ക് മീതെ പ്രത്യക്ഷനാകും, അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും. യഹോവയായ കർത്താവ് കാഹളമൂതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും. അതും ഇസ്രായേലുമായിട്ട് ബന്ധം. കാറ്റും കാഹളവും പ്രത്യക്ഷതയൊക്കെ ബന്ധം അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലുമായിട്ടാണ്. ഇതിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് വ്യക്തമാണ് 1 Thessalonians 4 അധ്യായത്തിലെ അയേറയിലെ ദൈവത്തിൻ്റെ കാഹളവുമായി വരുന്ന വരവ് മത്തായി 24 മർക്കോസ് 13 ലൂക്കോസ് 21 പറയുന്ന മഹാകാഹളമായിട്ടുള്ള വരവിൻ്റെ വിഷയമല്ല എന്ന കാര്യം തെളിവായി. 2 മത്തായി 24:34 പറഞ്ഞ കർത്താവ് പറഞ്ഞ മഹാകാഹളം ഊതുന്നത് ദൂതന്മാരാണെന്ന് എഴുതിയിരിക്കുന്നു. ആ ദൂതന്മാർ എഴുതുന്ന എന്തിനു വേണ്ടി? 1 പാപപരിഹാരത്തിന് വേണ്ടി ഊതുന്ന മഹാകാഹളം. 2 അവരുടെ വലിയ അക്രമാസക്തമായ പ്രതിസന്ധിയിൽ അവരെ വിടുവിക്കുവാൻ വേണ്ടി ഊതുന്ന മഹാകാഹളം. 3 അവരെ ചേർത്തിട്ട് നേരെ ഇസ്രായേലിലെ യെരുശലേമിലെ സിയോനിലെ വാഴ്ചയ്ക്ക് വേണ്ടി അവരെ കൊണ്ടുവരികയാണ്. ഈ ഒരു വലിയ അറിവിലേക്ക് ഇവിടെ വരേണ്ടിയിരിക്കുന്നു. വായിക്കാം നമുക്ക്. യെശയ്യാ പ്രവചനം 14 അധ്യായം അതിന് 1ഉം 3ഉം വാക്യങ്ങൾ മുഴുവൻ വായിക്കേണ്ടതാണ്. 3 വാക്യങ്ങൾ ഓടിച്ചൊന്ന് വായിച്ചാട്ടെ മോളെ. യെശയ്യാ 14:1 മുതലുള്ള വാക്യങ്ങൾ 1ഉം 3ഉം വായിച്ചാലും മതി. വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 14 അധ്യായം 1-3 വാക്യങ്ങൾ.
യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും. വീണ്ടും തെരഞ്ഞെടുത്ത് പാർപ്പിക്കും. അത് നടന്നിട്ടില്ല. വീണ്ടും തെരഞ്ഞെടുത്ത് പാർപ്പിച്ചിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്നത് വീണ്ടും തെരഞ്ഞെടുത്തിട്ടല്ല. ഇനി അതിന് 3-ാം വാക്യം കൂടെ വായിച്ചേ മോളെ. യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും. മതി. ആ വാക്യം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിന്റെ 2-ാം വാക്യം 3-ാം വാക്യം ചേർത്ത് ഒരുമിച്ച് വായിച്ചിട്ട് ഒരു ദൂത് ഞാൻ പറഞ്ഞിരിക്കാം. ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും മടക്കിക്കൊള്ളും. തങ്ങളെ ബദ്ധന്മാരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മഹാകാകൾ ഊതി വരുമ്പോൾ 1 അവരുടെ പാപപരിഹാരം, 2 പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേത് മഹാകാകൾ ഊതുമ്പോൾ ദൈവം അവർക്ക് വലിയൊരു വാഴ്ചയ്ക്കുള്ള വഴി ഒരുക്കുന്നു. ആ വാഴ്ച ഏതാണ്? ആരെ വാഴും? യഹൂദൻ ജാതികളെ വാഴാൻ വരികയാണ്. 1000 ആണ്ടിൽ ദാവീദാണ് രാജാവ്. ദാവീദിന്റെ കീഴിൽ ഇസ്രായേൽ വാഴാൻ പോവുകയാണ്. ആരെ? അവരെ പീഡിപ്പിച്ചവരെ. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 102 രാജ്യങ്ങളോളമാണ് അവരെ പീഡിപ്പിച്ചിട്ടുള്ളത്. അത്രയും രാജ്യങ്ങളെ എങ്കിലും അവർ ദാവീദിന്റെ കീഴിലിരുന്ന് വാഴാൻ പോവുകയാണ്. നമ്മൾ അതല്ല, നമ്മൾ ഭൂമി മുഴുവൻ വാഴാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭൂതലം മുഴുവൻ വാഴാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചക്രവർത്തിയായ ക്രിസ്തുവിന്റെ കൂടെ ചക്രവർത്തിനിയായി സഭ വാഴാൻ പോവുകയാണ്. ഇവർക്കതല്ല, ഇവരെ പീഡിപ്പിച്ചവരെ വാഴാനുള്ള അനുവാദമാണ്. എങ്കിൽ മഹാകാകള ധ്വനിയോടുകൂടെ വരുന്നത് 4 ദിക്കിൽ നിന്നും ഇസ്രായേലിനെ ചേർക്കാൻ വേണ്ടിയാണ്. അത് ചേർക്കുന്ന സമയത്ത് യഹൂദ അഥവാ സിയോൻ യെരുശലേം എന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവരും. എല്ലായിടത്തുനിന്നും അത് കൊണ്ടുവരുമ്പോൾ 4 കാറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അക്രമാസക്തമായ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്ന രംഗമാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വലിയ ആഴത്തിൽ ആ കാര്യം പഠിക്കാം. എൻ്റെ ചോദ്യം ഇവിടെ ഇതാണ്: ഇത്ര വലിയ പ്രതിസന്ധിയിൽ നമ്മളെ വിടുവിക്കാൻ കഴിവുള്ള, ഇസ്രായേലിനെ വിടുവിക്കാൻ കഴിവുള്ള കർത്താവ് എൻ്റെ കർത്താവാണെന്ന് പറയാൻ ഹൃദയമുള്ളവർ എത്ര പേരുണ്ട്? എൻ്റെ പ്രതിസന്ധിയിലും എനിക്കൊരു വലിയ വിടുതൽ നൽകുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഉറക്കെ പറയാം, വലിയ പ്രതിസന്ധിയിൽ ഇന്നും ദൈവം നമ്മളെ വിടുവിക്കുന്നവനാണ്. വിടുവിക്കാൻ ആരെയും കൂടെ അയക്കും? പരിശുദ്ധാത്മാവിനെയും കൂടെ അയക്കും. ആമേൻ. I will put my spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ വയ്ക്കും. ഇവിടെ അറിഞ്ഞിരിക്കണം, കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ചേർന്ന് അവർക്ക് വിടുതൽ കൊടുക്കുമെങ്കിൽ നമുക്കും വിടുതൽ നൽകുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആ ഉറപ്പിൽ എല്ലാവരും കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനെയും കർത്താവിനെയും ഉപയോഗിച്ച് പിതാവ് നമുക്കൊരു വിടുതൽ നൽകാൻ പോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ 2026 കയറുമ്പോൾ വലിയ പ്രതിസന്ധികളിൽ, വലിയ കൊടുങ്കാറ്റിൽ നമുക്ക് വിടുതൽ തരാൻ ക്രിസ്തുവും പരിശുദ്ധാത്മാവും രംഗത്തുണ്ട് എന്ന നിർണയത്തിൽ വേണം ഈ രാത്രി നമ്മൾ പിരിയാൻ. ആമേൻ, ആമേൻ. ഈ നിർണയമുള്ളവർ എത്ര പേരുണ്ട്? എന്നെ നടത്താൻ, എന്നെ അത് സഹായിക്കാൻ. അക്രമാസക്തമായ വലിയ കാറ്റുകൾ വരുമ്പോൾ ഒരുമിച്ച് പിശാചെ ത്രിയേക ദൈവമെന്ന് പറയുന്ന പോലെ ഇവർ ത്രിമൂർത്തികൾ വരുമ്പോൾ ഓർക്കെ പറയണം, എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും. ആത്മാവിനെ വെച്ചെന്ന് വിടുവിക്കും, കർത്താവ് നിന്ന് വിടുവിക്കും. ഈ ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? പുതിയ വർഷത്തിലേക്ക് ഈ വലിയ ഉറപ്പോടുകൂടെ കാലുവയ്ക്കാം. സ്വർഗം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി തോമസ് അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറുന്നു. ദൈവം നമുക്ക് ഏവർക്കും കൃപ തരട്ടെ. ഗാഡ് ബ്ലസ് യു.